തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഇതുവരെ ഫലം കണ്ടില്ലെന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിട്ടും സഹകരണ മേഖലയിൽ തിരുത്തൽ സാധ്യമായില്ല. സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ള തടയാൻ കൃത്യമായ മാർഗരേഖ വേണമെന്നും ആവശ്യം. വിവരങ്ങളുമായി അർജുൻ രാജുണ്ട്. അർജുൻ, സ്വയം വിമർശനത്തിലൂടെ തെറ്റുതിരുത്തൽ പ്രക്രിയ ഊർജ്ജസ്വലമാക്കണം, ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കണമെന്ന് പറയുന്ന തരത്തിലുള്ള വിമർശനമാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? സംഗീത, പ്ലീനങ്ങൾ ചേർന്ന് തെറ്റുതിരുത്തലുമായി മുന്നോട്ട് പോകാനും അതിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ കഴിഞ്ഞ പാലക്കാട് പ്ലീനത്തിൽ ഉൾപ്പെടെ നൽകിയതാണ്. പക്ഷേ അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ലെന്നാണ് സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയിൽ ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം. തെറ്റായ പ്രവണതകൾ ഇപ്പോഴും ഈ പാർട്ടിയിൽ തുടരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിട്ടും സഹകരണ മേഖലയിൽ തിരുത്തൽ സാധ്യമായില്ല. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പോലും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിരുന്നു. സഹകരണ ബാങ്കിൽ നിന്ന് ആളുകൾ, പാർട്ടി മെമ്പർമാരും നേതാക്കളും ലോൺ എടുത്തത് തിരിച്ചടയ്ക്കാത്ത സാഹചര്യം വരെ ഉണ്ടെന്നുള്ള തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. അതിനൊപ്പം തന്നെയാണ് സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധത്തിലാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. പാർട്ടി അംഗങ്ങളുടെ ബോർഡ് ഉള്ള ഈ സഹകരണ ബാങ്കുകളിൽ പലതരത്തിൽ ക്രമക്കേടുകളുണ്ടെന്ന വാർത്ത വരികയും അത് പിന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ഒക്കെ ചെയ്തതാണ്, കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ. അത്തരത്തിലുള്ള ഇടങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിട്ട് പോലും ഒരു തിരുത്തൽ ഇതുവരെ സാധ്യമായിട്ടില്ല എന്നും ഈ പ്രതിനിധികൾ ചർച്ചയിൽ വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയിൽ അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു ശ്രദ്ധ കൊടുക്കുകയും അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ തടയാൻ ഒരു മാർഗരേഖ തന്നെ പാർട്ടി അംഗങ്ങൾക്കായി വേണമെന്ന ആവശ്യമാണ് പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ടാകുന്ന ക്രമക്കേട് തടയാനുള്ള നീക്കം നടത്തണമെന്നാണ് സമ്മേളനത്തിൽ ഉയർന്നിട്ടുള്ള ചർച്ചയിൽ ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം. ഈ പ്ലീനത്തിലാണ് ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഗുണ്ട സംഘങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘങ്ങളുമായി അല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധം, അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകരുതെന്ന തരത്തിൽ പ്ലീനത്തിൽ ഉൾപ്പെടെ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതിനുശേഷവും അത്തരത്തിലുള്ള പ്രവണതകൾ ഇപ്പോഴും തുടരുകയാണ്. അംഗങ്ങൾക്ക് ഇപ്പോഴും അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പരാതി ലഭിച്ചിരുന്ന സംഘടനാ റിപ്പോർട്ടിൽ തന്നെ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള അതൊക്കെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള തിരുത്തലുകൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പ്രധാനമായും അംഗങ്ങൾ വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളത്. സംഗീതം. ശരി അർജുൻ.